ആലുവയിൽ ഒരു 10-15 പേരെ തെരുവുനായ കടിച്ചു. KSRTC ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. ഇന്നലെ ഇന്നൊക്കെയായിട്ടാണ് തെരുവുനായ കടിച്ചത്. എന്നാലും ആ സംഭവത്തെക്കുറിച്ച് കൊച്ചിയിൽ നിന്ന് റിയ നമ്മോടൊപ്പം പറഞ്ഞു തരും. അതിനു മുമ്പ് അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ ആ നാട്ടുകാരുണ്ട്. ആദ്യം അവർ പറയുന്നത് എന്താണെന്ന് കേൾക്കാം. ഞാൻ പണി കഴിഞ്ഞ് പോകുമ്പോൾ ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിൽ വെച്ചൊരു പട്ടി പിടിച്ച് കടിച്ചു. മുഖത്താ കടിച്ചേക്കണേ. 2 ഇഞ്ചക്ഷൻ എടുത്തു. ഇനിയിപ്പോ ഓരോ എടുക്കാൻ പോകണം. ഇതൊരു വെള്ളപ്പട്ടി, അതിന്റെ കഴുത്തിൽ ഒരു ബെൽറ്റ് കിടപ്പുണ്ട്. ആ പട്ടിയാണ് അതിക്കുമ്പോ വേറെ 2 പേരെയും കടിച്ചെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഓരോരുത്തരെ കടിച്ചോണ്ടിരിക്കുകയാണ്. അതായത് ഇന്നലെ വൈകുന്നേരം മുതൽ ഇന്ന് രാവിലെ വരെ 15ഓളം പേർ ഈ തെരുവുനായയുടെ കടിയേറ്റ് വിവിധ ആശുപത്രികളിൽ എത്തുകയും കുത്തിവയ്പ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ മറ്റാരെങ്കിലും കടിച്ചിട്ടുണ്ടോ, അവർക്ക് പരിക്കേറ്റിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ടെത്തി വരുന്നതേ ഉള്ളൂ. ആളുകൾ പറയുന്നത് ഇന്നലെ വൈകുന്നേരം മുതൽ ഈ രാവിലെ സമയം വരെ ഇത്രയും ആളുകളെ കടിച്ചിട്ടും എന്തുകൊണ്ട് ഈ നായയെ പിടികൂടാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞില്ല, അതിവേഗത്തിൽ ആളുകൾ എത്തുകയോ മറ്റു നടപടികളോ സ്വീകരിക്കാത്തത് എന്ത് എന്നതാണ് ആളുകൾ വലിയ പ്രതിഷേധമായി ചോദിക്കുന്നത്. ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് കടിയേറ്റിട്ടുണ്ട്, ആശുപത്രിയിൽ പോകുകയായിരുന്ന വയോധികന് കടിയേറ്റു, ഒപ്പം തന്നെ കടയിലേക്ക് ഇറങ്ങിയ ആൾക്ക് കടിയേറ്റു, നഗരസഭയിലെ ജീവനക്കാരന് പോലും കടിയേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത്തരം വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട് നഗരസഭ കാര്യക്ഷമമായി ഇടപെട്ടിട്ടില്ല എന്നൊരു പരാതിയുണ്ട്. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ തെരുവുനായയുടെ ആക്രമണ വാർത്തകളൊക്കെ വരുന്നു. അതും 10-15 ആളുകളെ ഈ നഗരപ്രദേശത്ത് KSRTC ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും ഒക്കെയുള്ള അതേ നഗരത്തിൽ കടിച്ചു എന്നുള്ളതാണ് വലിയ ആശങ്കയായിട്ട് ഉയരുന്ന കാര്യം. മറ്റൊന്ന് ആളുകൾ പരാതിയെ പറയുന്നത് അവിടെയുള്ള ആളുകൾ ഭക്ഷണമൊക്കെ കൊടുത്ത് വളർത്തുന്ന ഒരു നായ തന്നെയാണ് ഇതെന്നൊരു സംശയം ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ ആളുകൾക്ക് ഈ നായയുടെ കടിയേൽക്കുമോ എന്നൊരു ഭയമൊക്കെ അവിടെയുള്ള ആളുകൾക്കുണ്ട്. ഓട്ടോറിക്ഷ തൊഴിലാളികളൊക്കെ വടിയുമായിട്ടൊക്കെ ആ റോഡിൽ ഒരുപാട് നേരം ഈ നായയെ തേടി നടക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നായയെ അതിവേഗം പിടികൂടുകയും മറ്റ് മുൻകരുതൽ നടപടിയൊക്കെ എടുക്കുകയും ചെയ്യട്ടെ എന്നതാണ് ആളുകൾ ഇപ്പോഴും പറയുന്നത്.